റിപ്പോർട്ട് ബ്രേക്ക് ദി ചെയിൻ പദ്ധതി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. കോവിഡ് കാലത്ത് ഈ ബ്രേക്ക് ദി ചെയിൻ പദ്ധതി ക്രമക്കേടുണ്ടെന്നും സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ നടപടി വേണമെന്നുമാണ് ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട്. ചെലവുകളുടെ പൂർണ്ണ ബില്ലുകളോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൗണ്ട് വഴിയല്ല നടത്തിയത്. പദ്ധതി നടപ്പാക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷന് ചുമതലപ്പെടുത്തിയ സർക്കാർ ഉത്തരവുകൾ നിലവിലില്ല. സാനിറ്റൈസർ, മാസ്ക് എന്നിവയുടെ നിർമ്മാണത്തിനായി സർക്കാർ അനുമതി ഇല്ലാതെ 33 ലക്ഷം വകുപ്പുകൾക്ക് മുൻകൂറായി നൽകിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. MJ പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MJ പ്രതീഷ്, ഗുഡ് മോർണിംഗ്. MJ, ചുരുക്കത്തിൽ അന്ന് കോവിഡ് കാലമാണ്, പല രേഖകളും കൃത്യമായിട്ട് സംഘടിപ്പിക്കാൻ കഴിയാത്തൊരു കാലം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ തിടുക്കത്തിൽ ഒരുപക്ഷെ ഈ രേഖകൾ ഉണ്ടാക്കാൻ പറ്റാതെ പോയതാണോ? ഇപ്പോൾ എന്തായാലും നടപടി ആണോ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്? ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ എല്ലാ ഫയലുകളും നീക്കിയൊന്നും ആയിരിക്കില്ലല്ലോ സാമൂഹ്യ സുരക്ഷാ മിഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതീഷ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. കോവിഡ് മഹാമാരി കാലത്ത് രോഗവ്യാപനം തടയുന്നതിൽ ബ്രേക്ക് ദ ചെയിൻ പദ്ധതി നിർണായകമായ പങ്കാണ് വഹിച്ചത്. അന്ന് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴിയായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. ഡോക്ടർ മുഹമ്മദ് അഷീലായിരുന്നു അന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളിൽ ചില സുതാര്യതകൾ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധന റിപ്പോർട്ടായി പുറത്തു വന്നത്. നേരത്തെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ജനറലിന്റെ ഒരു പരിശോധന നടത്തിയിരുന്നു. അതിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് വിശദമായ പരിശോധന നടത്താൻ ധനകാര്യ വിഭാഗത്തിന് ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ ധനകാര്യ വിഭാഗത്തിന്റെ ഈ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഈ വരവ് ചെലവ് കണക്കുകളിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് പ്രധാനമായും ഈ റിപ്പോർട്ട് പറയുന്നത്. ഈ ബ്രേക്ക് ദ ചെയിൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉള്ള ഈ ബില്ലുകളും വൗച്ചറുകളും ഒക്കെ തന്നെ കൃത്യമല്ല എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ബില്ലുകളും വൗച്ചറുകളും ഒന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല എന്നതാണ് ഈ പരിശോധനാ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക അക്കൗണ്ട് വഴിയല്ല നിർവഹിച്ചിരുന്നത്. പല അക്കൗണ്ടുകൾ ഇതിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് അന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, പദ്ധതി നടപ്പിലാക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവുകളും നിലവിലില്ല എന്ന പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം സാനിറ്റൈസർ, മാസ്ക് എന്നിവയുടെ നിർമ്മാണത്തിനായി സർക്കാർ അനുമതിയില്ലാതെ 33 ലക്ഷം രൂപ വകുപ്പുകൾക്ക് നൽകി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലായി പറയുന്നത്. ബില്ലുകളിലും വൗച്ചറുകളിലും വലിയ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം സ്പോൺസർഷിപ്പായി ലഭിച്ച സാധനങ്ങൾ കൃത്യമായി ഈ രജിസ്റ്ററിൽ കാണിച്ചില്ല, ടെൻഡർ നടപടികൾ പാലിച്ചില്ല എന്നതടക്കമുള്ള വീഴ്ചകളാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ നേരത്തെ ഡോക്ടർ മുഹമ്മദ് അഷീലിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു. പക്ഷേ ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ വിശദീകരണം തൃപ്തികരമല്ല. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും സമഗ്രമായ ഓഡിറ്റ് നടത്തണം, മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നതാണ് ധനകാര്യ വിഭാഗം ശുപാർശയായി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ മുഹമ്മദ് അഷീലിന്റെ വിശദീകരണം അന്ന് അത്തരത്തിലൊരു പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിൽ ഈ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ അരുൺകുമാർ, ഇത് ഇനി വിശദീകരണം ആവശ്യമുണ്ട്. സ്വാഭാവികമായും കോവിഡ് കാലമാകുന്നത് കൊണ്ട് തന്നെ ഫയലുകളും രേഖകളും ഒന്നും കൃത്യസമയത്ത് മുന്നോട്ട് പോകണമെന്നില്ല. അത്രമേൽ പരിഭ്രാന്തിയുള്ളൊരു കാലമായിരുന്നല്ലോ അത്. നമുക്ക് നോക്കാം എന്താണ് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പ്രതികരണമെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്.